പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നാവിക ശക്തിയുടെ ഉദയം. ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ വരവ് നാവിക ശക്തിയുടെ ആവിർഭാവത്തെ അടയാളപ്പെടുത്തുകയും യൂറോപ്യൻ യുഗം എന്നറിയപ്പെടുന്ന ഒരു കാലഘട്ടത്തിന് തുടക്കമിടുകയും ചെയ്തു. ഇനി നമുക്ക് സൈനിക നവീകരണങ്ങൾ നോക്കാം. 16-ാം നൂറ്റാണ്ടിലെ മലബാറിൽ പോർച്ചുഗീസുകാർ ശരീര കവചം, മാച്ച് ലോക്ക്, പട്ടാളക്കാർ, കപ്പലുകളിൽ നിന്ന് ഇറങ്ങുന്ന തോക്കുകൾ എന്നിവ ഉപയോഗിച്ച് സൈനിക നവീകരണം പ്രകടിപ്പിച്ചു. പോർച്ചുഗീസുകാരുടെ സംഭാവനകളിൽ 1556 ഗോവയിൽ അവർ ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചു. 1577 1580 കേരളത്തിലെ പുന്നൈക്കായലിലും തരംഗമ്പാടിയിലും പോർച്ചുഗീസുകാർ അച്ചടിശാല സ്ഥാപിച്ചു. ഈ സ്ഥലങ്ങൾ നിലവിൽ എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. കൊച്ചിയിലും വൈപ്പിനിലും അവർ അച്ചടിശാലകൾ സ്ഥാപിച്ചു. 1542 ഗോവയിൽ സെൻറ്റ് പോൾസ് കോളേജ് സ്ഥാപിച്ചുകൊണ്ട് ജെസ്യൂട്ടുകൾ ഇന്ത്യക്ക് യൂറോപ്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം പരിചയപ്പെടുത്തി. എറണാകുളം പള്ളിപ്പുറം കോട്ട യൂറോപ്യന്മാർ നിർമ്മിച്ച നിലവിലുള്ള ഏറ്റവും പഴക്കം ചെന്ന നിർമ്മിതിയായി കണക്കാക്കപ്പെടുന്നു. 1555 കൊച്ചിയിലെ രാജാവായ വീരകേരളവർമ്മയ്ക്കു വേണ്ടി പോർച്ചുഗീസുകാർ മട്ടാഞ്ചേരിയിൽ ഒരു കൊട്ടാരം പണിതു. 1663 ഡച്ചുകാർ ഇത് പുതുക്കി പണിതു. തുടർന്ന് ഡച്ച് കൊട്ടാരം എന്നറിയപ്പെട്ടു. മട്ടാഞ്ചേരി കൊട്ടാരം ലന്ത കൊട്ടാരം എന്നും അറിയപ്പെടുന്നു. കേരളത്തിൽ കുരുമുളകിലും ഇഞ്ചിയിലും ശാസ്ത്രീയമായ കൃഷിരീതി പ്രോത്സാഹിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. പുകയില, പേരക്ക, മുളക്, ജാതിക്ക, അത്തിക്ക, പൈനാപ്പിൾ, മരച്ചീനി, കശുവണ്ടി, പപ്പായ തുടങ്ങിയ കാർഷിക വിളകളും പഴങ്ങളും പോർച്ചുഗീസുകാരാണ് പരിചയപ്പെടുത്തുന്നത്. ഇന്ത്യയിൽ പുകയില കൃഷി ആരംഭിച്ചത് കാസർഗോഡാണ്. അവർ കേരളത്തിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ തെങ്ങ് കൃഷിയും കയർ പ്രധാന കയറ്റുമതി ഉൽപ്പന്നവുമാക്കി മാറ്റി. കേരളത്തിൽ കശുമാവ് ആദ്യമായി അവതരിപ്പിച്ച യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസ്. ഇനി നമുക്ക് ചവിട്ട് നാടകം പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. ക്രിസ്തീയ കലാരൂപമാണിത്. കേരളത്തിൽ വികസിപ്പിച്ചെടുത്തതും പ്രചാരത്തിലാക്കിയതും ആരാണ്? പോർച്ചുഗീസുകാർ. സംഗീതം, നൃത്തം, അഭിനയം, സംഭാഷണം, താളം എന്നിവയുടെ ഒരു മിശ്രിതമാണ് ചവിട്ടുനാടകം. ക്രിസ്തു വിശുദ്ധന്മാർ, രാജാക്കന്മാരുടെ ചരിത്രം എന്നിവയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ. ഇത് കഥകളി എന്ന കലാരൂപത്തിൻ്റെ ക്രിസ്തീയ പതിപ്പാണ്. മരപ്പലകകൾ ഉപയോഗിച്ച് ഒരു വേദി ഒരുക്കും. ഒരു ഗാനത്തിലൂടെയാണ് കഥ വികസിക്കുന്നത്. വിവിധ ഘട്ടങ്ങളിലൂടെ വേഗത ക്രമാനുഗതമായി ഉയരുന്നു. വർണ്ണമട്ടുക്കൽ, വിരുദ്ധം, കാവി, കാപ്പു, തുയാരം, കളിത്തുറ ഇങ്ങനെയാണ് ഘട്ടം ഘട്ടമായി പോകുന്നത്. അപ്പം 6 ഘട്ടത്തിലൂടെ അങ്ങനെ. കൊച്ചി മട്ടാഞ്ചേരിയിലെ കൂനൻ കുരിശിൽ എത്തിയ തമിഴ്നാട് സ്വദേശി ചിന്നത്തമ്പി അണ്ണാവിയാണ് ഈ കലാരൂപത്തിന് വേണ്ടി ആദ്യ നാടകം രചിച്ചത്. തുടർന്ന് നെയ്യൂർ സ്വദേശിയായ വേദനായകം പിള്ള എഴുതിയ മറ്റൊരു നാടകം പള്ളി പരിസരത്ത് അരങ്ങേറി. രണ്ടും തമിഴിലായിരുന്നു. ഈ കലാരൂപത്തെ കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ ജനങ്ങളാണ്. സഞ്ജോൺ അണ്ണാവി, വറീച്ചൻ അണ്ണാവി, ചെറേച്ചൻ അണ്ണാവി, ആന്റണി അണ്ണാവി എന്നിവരായിരുന്നു ആദ്യകാലത്തെ നാടകകൃത്ത്. വർണ്ണാഭമായ ലാറ്റിൻ ക്രിസ്ത്യൻ കലാരൂപമായ ചവിട്ടുനാടകം ഉത്ഭവിച്ചത് കൊച്ചിയിലാണ്. ബ്രസീന നാടകം, ഔസേഫ് നാടകം, കത്രീന നാടകം, സാന്റി ക്ലോസ് നാടകം,
കാൾമാൻ നാടകം, ജ്ഞാനസുന്ദരി എന്നിവയായിരുന്നു അന്നത്തെ ജനപ്രിയ നാടകങ്ങൾ. എന്നാൽ ഏറ്റവും ജനപ്രിയമായത് കാറൽമാൻ ചരിതം ആയിരുന്നു. അത് ഇപ്പോഴും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. റോമൻ സാമ്രാജ്യത്തിലെ ഒരു ഇതിഹാസ നായകനാണ് കാറൽമാൻ. ചവിട്ടുനാടകമായ കാറൽമാൻ ചരിതത്തിലെ ഇതിഹാസ നായകൻ ഏത് കാറൽമാൻ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു എന്ന് 2014 LDCയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. റോമൻ സാമ്രാജ്യം. ആയോധന കലകളിൽ പ്രാവീണ്യമുള്ളവർക്ക് മാത്രമേ അത്തരം നാടകങ്ങളിലെ നൃത്തങ്ങളും ചുവടുകളും അവതരിപ്പിക്കാൻ കഴിയൂ. കലാകാരൻ തൻ്റെ ശരീരം, മുഖം, പ്രത്യേകിച്ച് കണ്ണുകൾ എന്നിവ താളത്തിനും സംഗീതത്തിനും അനുസൃതമായി ചലിപ്പിക്കുകയും സംഗീതത്തിൻ്റെയും സംഭാഷണത്തിൻ്റെയും അകമ്പടിയോടെ ചുവടുകൾ വയ്ക്കുകയും വേണം. പോർച്ചുഗീസ് യൂറോപ്യൻ മിഷണറിമാരുടെ സ്വാധീനത്തിൽ അത്തരം നാടകങ്ങൾ യൂറോപ്പിലെ ഓപ്പറകളുടെ ശൈലിയും രൂപവും നേടി. കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യാനികൾ ഒരിക്കലും ഇത്തരം നാടകങ്ങളോട് താല്പര്യം കാണിച്ചിരുന്നില്ല. ലാറ്റിൻ സമൂഹം താമസിക്കുന്ന കടൽ തീരങ്ങളിലാണ് ഇവ കൂടുതലും അവതരിപ്പിച്ചിരുന്നത്. കഥാപാത്രങ്ങൾ കൂടുതലും യൂറോപ്യൻ രാജാക്കന്മാരായിരുന്നതിനാൽ അവരുടെ വസ്ത്രങ്ങൾ, കിരീടം, ചെങ്കോൽ, ആഭരണങ്ങൾ, ആയുധങ്ങളും പരിചയും ധരിച്ച യോദ്ധാക്കൾ എന്നിവയാൽ വളരെ വർണ്ണാഭമായിരുന്നു. അവ ഗ്രീക്ക്, റോമൻ വസ്ത്രങ്ങൾ പോലെയായിരുന്നു. കലാകാരന്മാർ വേദിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പാടും, തുടർന്ന് ഗായക സംഘം ഉണ്ടാകും. സംഗീതത്തിൻ്റെ താളത്തിനൊത്ത് ചുവട് വെക്കുന്നവയാണ് ചുവട് എന്നറിയപ്പെടുന്നത്. യൂറോപ്പിൻ്റെ നവോത്ഥാന സംസ്കാരത്തെയാണ് നാടകങ്ങൾ അവതരിപ്പിച്ചത്. കൊച്ചി മുസിരിസ് ബിനാലയുടെ ഭാഗമായി മുസിരിസ് ഹെറിറ്റേജ് ഏരിയയിലെ ഗോതുരുത്തിൽ 5 ദിവസത്തെ ചുവട് ഫെസ്റ്റ് നടത്തിയിരുന്നു. പോർച്ചുഗീസുകാർ കേരളത്തിൽ സ്ഥാപിച്ച ആദ്യത്തേതും ഏറ്റവും പഴക്കമേറിയതുമായ സെമിനാരിയാണ് വൈപ്പിൻ കോട്ട സെമിനാരി. ഇത് കേരളത്തിലെ മുസിരിസ് പൈതൃക സ്ഥലത്തിൻ്റെ ഭാഗമാണ്. 16-ാം നൂറ്റാണ്ടിൽ അവർ ഗോതിക് ശൈലി എന്ന വാസ്തുവിദ്യാ ശൈലി അവതരിപ്പിച്ചു. ഇന്ത്യയിൽ ഗോതിക് ശൈലിയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച പള്ളികളാണ് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയും ഗോവയിലെ ബോം ജീസസ് ബസലിക്കയും. ഇസ്തിരി, റാന്തൽ, പാതിരി, വികാരി, കൊന്ത, ചിത്തേരു എന്ന് പറഞ്ഞാൽ ഒരു തരം മഴുവാണ്, കസേര തുടങ്ങിയ വാക്കുകൾ പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. ഗോവയും ദാമൻ ദിയുവും പോർച്ചുഗീസുകാരുടെ പ്രധാന കോളനികളായിരുന്നു. പോർച്ചുഗീസ് കാപ്പാടിനെ കാപ്യ എന്നാണ് വിളിച്ചിരുന്നത്. അന്റോണിയോ വസലോ ഇ സിൽവ 1958 മുതൽ 1961 വരെയാണ് ഇന്ത്യയുടെ അവസാന പോർച്ചുഗീസ് വൈസ്രോയി ആയി നിന്നത്. 1515 ദിയു പോർച്ചുഗീസ് ഭരണത്തിന് കീഴിലായി. 1559 ദാമൻ പോർച്ചുഗീസ് ഭരണത്തിന് കീഴിലായി. 1779 ദാദറും നാഗർ ഹവേലിയും പോർച്ചുഗീസ് ഭരണത്തിന് കീഴിലായി.